ഇന്ത്യൻ സിനിമയിലെ സംഗീതത്തിൽ ഇതിഹാസം തീർത്ത കലാകാരനാണ് AR റഹ്മാൻ. എത്ര വർണ്ണിച്ചാലും മതിയാവാത്ത വിധമുള്ള സംഗീതമാണ് അദ്ദേഹം ഇന്ത്യക്ക് സമ്മാനിച്ചിട്ടുള്ളത്. 1992 റോജ എന്ന ചിത്രത്തിലൂടെ വന്ന് സംഗീത ലോകത്ത് സ്ഥാനമുറപ്പിച്ച AR റഹ്മാന് പകരമായി മറ്റൊരു പേര് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. സംഗീത പ്രേമികൾക്ക് കുട്ടിക്കാലം മുതൽക്കേ സംഗീതാത്മകമായിരുന്നു AR റഹ്മാന്റെ ജീവിതം. മലയാളം, തമിഴ് ചലച്ചിത്ര സംവിധായകനായിരുന്ന RK ശേഖറിന്റെ മകനായി ചെന്നൈയിലായിരുന്നു AR റഹ്മാന്റെ ജനനം. പിതാവിന്റെ മരണശേഷം പിന്നീട് ഉപജീവന മാർഗത്തിനു വേണ്ടി പിതാവിന്റെ സംഗീതോപകരണങ്ങൾ വാടകയ്ക്ക് നൽകിയാണ് കുടുംബം കഴിഞ്ഞത്. സംഗീതത്തിലുള്ള അഭിരുചി മൂലം ബുദ്ധിമുട്ടുകൾക്കിടയിലും അതിനു പിന്നാലെ റഹ്മാൻ അലഞ്ഞു നടന്നു. കഠിന പ്രയത്നം പിന്നീട് ഫലം കാണുകയായിരുന്നു. ഇന്ത്യൻ സംഗീത ലോകത്ത് ഹിറ്റുകളുടെ പെരുമഴക്കാലം സമ്മാനിച്ച റഹ്മാൻ മൊസാർട്ട് ഓഫ് മദ്രാസ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ന് റഹ്മാന്റെ മക്കളും സംഗീതത്തിന് പിന്നാലെയാണ്. റഹ്മാന്റെ 3 മക്കളിൽ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ ഇടം പിടിക്കാറുള്ളത് മൂത്ത മകളായ ഖദീജ റഹ്മാനാണ്. ഗായിക എന്ന നിലയിൽ ശ്രദ്ധേയാണ് ഖദീജ. 14-ാം വയസ്സിലാണ് ഖദീജ റഹ്മാൻ ആദ്യമായി ഗാനരംഗത്തേക്ക് എത്തുന്നത്. സംഗീത ഇതിഹാസം SP ബാലസുബ്രഹ്മണ്യത്തിനൊപ്പം റോബോ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം ഖദീജ ആലപിച്ചു. അന്നും റഹ്മാനായിരുന്നു ഗാനം ചിട്ടപ്പെടുത്തിയിരുന്നത്. മിൻമിനി എന്ന തമിഴ് സിനിമയിലൂടെ ഖദീജ സംഗീത സംവിധാനത്തിലേക്കും കടന്നു. മറ്റുള്ള സെലിബ്രിറ്റി കിഡ്സിനെ അപേക്ഷിച്ച് ഏറെ വ്യത്യസ്തയാണ് ഖദീജ റഹ്മാൻ. എവിടെ പോയാലും മുഖത്ത് ഒരു ബുർഖ ഖദീജ ധരിക്കുമായിരുന്നു. മറ്റുള്ള ശരീരഭാഗങ്ങളെല്ലാം നന്നായി കവർ ചെയ്യുന്ന പ്രകൃതമായിരുന്നു ഖദീജയ്ക്കുണ്ടായിരുന്നത്. ഖദീജയുടെ കണ്ണുകൾ മാത്രമാണ് ഇതുവരെയും ആരാധകർ കണ്ടിട്ടുള്ളത്. ശരീരവും മുഖവും മറച്ച് നടക്കാനാണ് ഖദീജ ഇഷ്ടപ്പെട്ടിരുന്നത്. എന്നാൽ AR റഹ്മാന്റെ നിർബന്ധം മൂലമാണ് താരപുത്രി ഇത്തരത്തിൽ ജീവിക്കുന്നതെന്നാണ് പലരും പറയാറുള്ളത്. ഇത് പലപ്പോഴും സൈബർ ഇടങ്ങളിലും മറ്റും ചർച്ചയായിട്ടുമുള്ളതാണ്. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം അതല്ല. സത്യാവസ്ഥ എന്താണെന്ന് പറയുകയാണ് തമിഴ് മാധ്യമപ്രവർത്തകനായ സുബൈർ. ഒരു തമിഴ് അഭിമുഖത്തിലാണ് ഖദീജ റഹ്മാന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചും താരപുത്രിയുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചും സുബൈർ സംസാരിച്ചത്. அந்த பொண்ணுடைய இதை வச்சு சொல்லுவாங்க. அந்த பொண்ணு வந்து ஒரு பொண்ணு ஃபுர்தா போட்டு நோஸ் பீஸ் போட்டிருக்கும். அந்த பொண்ணை வந்து சொல்கிறாங்க, இந்த மாதிரி பெண்ணை வந்து அடக்கி வச்சிருக்காரு பாருங்க ரஹ்மான், இதுதான் வந்து அவருடைய பிற்போக்குத்தனம் அப்படி இப்படின்றாங்க. ஆனால் அதே இன்னொரு பொண்ணு இருக்கு இல்லையா, 2 பொண்ணு அவருக்கு, இன்னொரு பொண்ணு மாடர்னாக இருக்குது. அப்போ நீங்கள் அடக்கி வைக்கிற அந்த 2 பொண்ணுலையும் வைக்கணும், ஏன் ஒரு பொண்ணை மட்டும் வைக்கணும்? அந்த பொண்ணுக்கு இப்படி இருக்கிறது பிடிக்குது, அதனால் நான் அப்படி இருந்துக்கோ. இன்னொரு பொண்ணு நான் இப்படி தான் இருப்பேங்கிறது, அது நீ இப்படி இருந்துக்கோ. இதில் எங்கே அடக்குமுறை வருது? இந்த மாதிரி ஒரு தகப்பன் கிடைக்கிறது பெரிய விஷயமா இல்லையா உங்களுக்கு? நீ என்னவா நீ இருக்கணும்னு நினைக்கிறோம் அதை எடுத்துக்கோ, நீ என்னவா இருக்கணும் நீ எடுத்துக்கோ. இது வந்து பிற்போக்குத்தனம். அந்த பொண்ணே பல இடங்களில், பல மேடைகளில், பல இன்டர்வியூவில் பதிவு பண்ணியிருக்கு. நான் இந்த மாதிரியான நோஸ் பீஸ் போடுறது, இந்த மாதிரியான ட்ரெஸ் போடுறது எனக்கு பிடிச்சிருக்கு. எங்கள் அப்பா வந்து ஒரு நாளும் என்னை கம்பல் பண்ணல அப்படின்னு பல இடங்களில் அதை பதிவு பண்ணிருக்கு. இவனுங்க தேவையில்லாமல் அதை பிடிச்சிக்கிட்டு ரஹ்மான் பிற்போக்குவாதி, அதை பொண்ணு மூஞ்சியை மறைச்சி வச்சுருக்கான், பர்கா போட்டிருக்கான்ட்டு இவனுங்க யாரோ 2 பேர் தேவையில்லாமல் ஆளுங்க ரஹ்மானை பொண்ணு பண்ணிட்டு இருக்கானுங்க. ரஹ்மான் இன்னைக்கு எங்கேயோ வேற ஒரு இடத்துல, வேற ஒரு உயரத்தில் இருக்கிறாரு. ஆனால் தன்னுடைய குடும்பத்தில் அந்த 2 புள்ளிகளுக்கு ஒரு முழுவதுமான ஒரு ஃப்ரீடம் கொடுத்துருக்காரு இல்லையா, அது ஒரு பெரிய விஷயம் இல்லை. அதாவது தனக்கு கீழே வசதி வாய்ப்புகள் கம்மியாக இருந்தாலும் கூட தன்னுடைய கூட வேலை பார்த்த ஒரு பையனை கல்யாணம் பண்ணி வச்சுருக்கு. இது ஒரு பெருந்தன்மை. 2 பொண்ணும் வேறு வேறு டைரக்ஷனில் அவருடைய உடையை நீ தேர்ந்தெடுத்துக்கேன்றாரு. இப்படி கம்பல் பண்ணுறவராக இருந்தால் அந்த பொண்ணுக்கும் மாட்டியிருப்பார்ல, நீயும் புர்கா தான் போடணும், நீ பர்தா தான் போடணும், நோஸ் பீஸ் தான் போடணும், வீட்டு வெளியே போகக்கூடாது. அந்த பொண்ணு நிறைய இன்னைக்கு ஈவெண்ட்லாம் ஆர்கனைஸ் பண்ணுது. 2022 ഖദീജയുടെ വിവാഹം. റിയാസുദ്ദീൻ ഷെയ്ഖ് മുഹമ്മദിനെയാണ് ഖദീജ വിവാഹം ചെയ്തത്. AR റഹ്മാന്റെ സ്റ്റുഡിയോയിലാണ് റിയാസുദ്ദീൻ ഷെയ്ഖ് മുഹമ്മദ് ജോലി ചെയ്തിരുന്നത്. തന്റെ ജോലിക്കാരന് റഹ്മാൻ മകളെ വിവാഹം ചെയ്തു നൽകിയത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. സുബൈറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തന്റെ സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന സാധാരണ മിഡിൽ ക്ലാസ് കുടുംബത്തിലെ പയ്യന് റഹ്മാൻ തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തെങ്കിൽ അതിന് ഒരു മനസ്സ് വേണ്ടേ? ആ പയ്യന്റെ ആത്മാർത്ഥതയും വർക്കും
സ്വഭാവവും എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടതിനാലാണ് റഹ്മാൻ വിവാഹം ആലോചിച്ചു പോയത്. പെൺമക്കളോട് അമിതമായി സ്നേഹമുള്ളയാളാണ് റഹ്മാൻ. മകളെ നൽകിയാൽ ആ പയ്യൻ നന്നായി നോക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതൊരു പ്രണയവിവാഹമായിരുന്നില്ല. പണത്തിനൊന്നും അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നില്ല, അത് നോക്കിയതുമില്ല. അതുപോലെ റഹ്മാന്റെ നിർബന്ധം കൊണ്ടാണ് ഖദീജ എപ്പോഴും ബുർഖ ധരിക്കുന്നതെന്ന തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. എന്നാൽ സത്യം അതല്ല. ഖദീജ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അത്തരത്തിൽ വസ്ത്രം ധരിക്കുന്നത്. റഹ്മാൻ സ്ട്രിക്റ്റ് ആയിരുന്നെങ്കിൽ താരത്തിന്റെ മറ്റൊരു മകളായ റഹീമ മോഡേണായി നടക്കില്ലല്ലോ. ഇതായിരുന്നു സുബൈറിന്റെ മറുപടി.